പെരുമ്പാവൂർ വെങ്ങോലിയിൽ അനർഹമായി വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റിയയാൾക്ക് പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം. 20-ാം വാർഡിലെ താമസക്കാരനായ CK കുമാരൻ മാനദണ്ഡങ്ങൾ ലംഘിച്ച് 84,600 രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. 18% പലിശ സഹിതം 99,828 രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം. കുമാരന്റെ ഭാര്യ പെരുമ്പാവൂർ നഗരസഭയിൽ സർക്കാർ ശമ്പളം പറ്റുന്ന സ്ഥിരം ജീവനക്കാരിയാണെന്നും വരുമാന സർട്ടിഫിക്കറ്റിൽ വാർഷിക വരുമാനം 4,28,340 രൂപയാണെന്നുമുള്ള കാര്യങ്ങൾ മറച്ചുവെച്ച് പെൻഷൻ കൈപ്പറ്റിയെന്നാണ് ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കോൺഗ്രസ് ഭരിക്കുന്ന വെങ്ങോല പഞ്ചായത്തിൽ പലരും അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അന്വേഷണം വേണമെന്നും ഉള്ള ആവശ്യം ശക്തമാണ്. UDF ഭരിക്കുന്ന വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ തികച്ചും അനർഹരായ വ്യക്തികൾക്ക്, സ്വന്തം പാർട്ടിക്കാർക്ക് വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നു എന്നുള്ള വലിയ ഒരു ആക്ഷേപവും ആരോപണവും ഉയരുകയും അത് അന്വേഷിച്ചപ്പോൾ അത് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുകയും DDPയുടെ എല്ലാം പരിശോധനയ്ക്ക് വിധേയമായി ആ പെൻഷൻ റദ്ദാക്കാൻ ഇന്ന് ഉത്തരവ് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷം രൂപയോളമാണ് കോൺഗ്രസ് നേതാവ് ശ്രീ കുമാരനിൽ നിന്നും തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ UDFന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വളരെ കൊള്ളരുതായ്മ ഈ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. വളരെ പാവപ്പെട്ടവര്, ദുരിതബാധിതർ, ഇവർക്കെല്ലാം കൊടുക്കേണ്ട, ഇവരെയെല്ലാം സംരക്ഷിക്കേണ്ട തലത്തിലുള്ള നിലപാടെടുക്കേണ്ട പഞ്ചായത്ത് ഇത്തരത്തിൽ സ്വന്തം താല്പര്യക്കാർക്ക്, സ്വന്തം പാർട്ടിക്കാർക്ക്, വളരെയധികം വരുമാനമുള്ളവർക്ക്, സർക്കാർ ജോലിയുള്ളവർക്ക്, അല്ലെങ്കിൽ വലിയ ബിസിനസ് നടത്തുന്നവർക്ക് ഇവരെയെല്ലാം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇവർക്കെല്ലാം പെൻഷൻ അനുവദിക്കുന്ന നടപടി ഉണ്ടായിട്ടുള്ളത് തികച്ചും തെറ്റാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.